SDPIയുടെ ഭീകര സ്വഭാവം തെളിയിക്കുന്ന നിർണായക തെളിവുകൾ പുറത്തുവിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കായികമായി ഉൾപ്പെടെ എല്ലാ ജിഹാദി പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നത് SDPIയുടെ നയമാണ്. SDPI അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് നിർണായക വിവരങ്ങൾ ED പുറത്തുവിട്ടത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ആന്തരികമായി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ആശയം പുലർത്തുന്നു. ബാഹ്യമായി ഒരു സാമൂഹ്യ സംഘടന എന്ന നിലയിൽ സാമൂഹികമായ പ്രസക്തിയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് SDPI അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. വളരെ കൃത്യമായി പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം അന്ന് അറസ്റ്റിലാകാതിരുന്ന നേതാക്കളെല്ലാം തിരികെ എത്തിയത് SDPIയിലേക്കാണ്. വളരെ കൃത്യമായി കേന്ദ്ര ഏജൻസികൾ വിവരങ്ങൾ സമാഹരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാം? നിലിമ, പോപ്പുലർ ഫ്രണ്ട് എത്രത്തോളം ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അതിൻ്റെ എല്ലാം പതിപ്പ് അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ SDPIയും ഭാഗമായിരുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങളും തെളിവുകളുമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പുറത്തുവിടുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒപ്പം കേന്ദ്ര ഏജൻസികളും പോപ്പുലർ ഫ്രണ്ട് SDPI ഭീകര പ്രവർത്തനത്തിൻ്റെ അന്വേഷണവും തുടർ നടപടികളും ഇപ്പോഴും മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് വളരെ കൃത്യമായും അന്വേഷണം നടത്തിക്കൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ, രാജ്യത്ത് ഭീകര പ്രവർത്തനങ്ങളിൽ, ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ആസൂത്രണം ചെയ്യുകയും അതിനുവേണ്ടി ആശയപ്രചരണവും ആയുധപരമായുള്ള പ്രവർത്തനങ്ങളും നടത്തിയെന്ന് കൃത്യമായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഓപ്പറേഷൻ ഒക്ടോപസിലൂടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ എല്ലാം തന്നെ അഴിക്കുള്ളിലാക്കിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന നടപടിയും കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ ആ നിരോധനം കൊണ്ട് മാത്രം അതിൻ്റെ അന്വേഷണവും തുടർ നടപടികളും കേന്ദ്ര ഏജൻസികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉൾപ്പെടെ അവസാനിപ്പിച്ചിട്ടില്ല. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് MK ഫൈസി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അറസ്റ്റിലായിട്ടുള്ളത്. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ SDPI എന്നുള്ളത് ആന്തരികമായി അവരുടെ സംഘടനാ തലത്തിൽ വളരെ കൃത്യമായി ഇസ്ലാമിക ഭീകര സംഘടനയുടെ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുകയും എന്നാൽ പുറത്ത് ജനങ്ങൾക്ക് മുൻപിലേക്ക് ഒരു സാമൂഹിക സംഘടനയുടെ മുഖം SDPIക്ക് നൽകിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ആന്തരികമായി തീവ്ര ഇസ്ലാമിക ഭീകര സ്വഭാവം SDPI വെച്ച് പുലർത്തിയത് എന്ന കൃത്യമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ഭാരതത്തിലേക്ക് ഭീകരവാദ പ്രവർത്തനത്തിന് സാമ്പത്തിക സമാഹരണം നടന്നു. അത് നിയന്ത്രിച്ചിരുന്നത് PFI ആണ്. PFIയുടെ സാമ്പത്തിക വിനിയോഗം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഫണ്ടാണ് SDPIക്കും വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത്. SDPIയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികം വിനിയോഗിച്ചത് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടുന്നു. അതിന് ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത് നിലവിൽ പിടിയിലായിട്ടുള്ള SDPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയാണ്. അതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട്. വിദേശത്ത് നിന്ന് സാമ്പത്തിക സമാഹരിച്ചതിൻ്റെ വിവിധ പേരുകളിലാണ് ഈ സാമ്പത്തിക സമാഹരണം നടന്നിട്ടുള്ളത്. അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട പേരുകൾ നൽകിക്കൊണ്ട് സാമ്പത്തിക സമാഹരണങ്ങൾ നടന്നിട്ടുണ്ട്. അല്ലാതെ SDPIയുടെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ പേരിൽ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിൽ അത്തരത്തിൽ വിവിധ പേരുകളിൽ വിദേശത്തുനിന്ന് സാമ്പത്തിക സമാഹരണം നടത്തി അത് ഭാരതത്തിനകത്ത് തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു. SDPIക്കും ആ പണം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് വിനിയോഗിച്ചിട്ടുള്ളത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ പണം വന്ന വഴിയും പണം വന്ന അക്കൗണ്ടുകൾ ആരുടേതൊക്കെയാണ് എന്ന കാര്യം വളരെ കൃത്യമായി കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം മലയാളി അക്കൗണ്ടുകളാണ്, മലയാളികളുടെ പേരിലുള്ള അക്കൗണ്ടാണ് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ ജനം TV പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ അക്കൗണ്ടിൻ്റെ ഹോൾഡർമാർ, ഈ അക്കൗണ്ടിൻ്റെ ഉടമസ്ഥർ നിലവിൽ അധികവും വിദേശത്ത് തന്നെ തുടരുകയാണ്. കാരണം അത്തരം ആളുകൾ ഏത് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാലും, രാജ്യത്തിൻ്റെ ഏത് പ്രദേശത്ത് വന്നിറങ്ങിയാലും നിയമത്തിൻ്റെ ഉള്ളിലാകും, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ പിടികൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ വിദേശത്ത് തന്നെ തുടരുന്നു. കൂടാതെ SDPIക്കെതിരെ കർശനമായ നടപടികളിലേക്ക് കൂടി കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാരും കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം രാഷ്ട്രീയ പാർട്ടി ഏറ്റവും വലിയ നിർണായകമായ ഇടപെടൽ എന്ന് പറയുന്നത് ഈ മുഹമ്മദ് ഫൈസിയെ അറസ്റ്റ് ചെയ്തത് തന്നെയാണ്. കാരണം 2018 മുതൽ SDPIയുടെ ദേശീയ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നയാളാണ് ഈ ഫൈസി എന്ന മുഹമ്മദ് കുട്ടി ഫൈസി. വളരെ കൃത്യമായി പോപ്പുലർ ഫ്രണ്ടുമായി ഇവരുടെ അന്തർധാരയൊക്കെ വളരെ കൃത്യമാണ്. ഇത് ഒരു ജനകീയ മുഖം നൽകുന്നതിന് വേണ്ടിയാണ് SDPI എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടതൊക്കെ. പക്ഷേ ഇതിൻ്റെ പേരിൽ പുറത്തു നിന്നൊക്കെ എത്തിയത് കോടിക്കണക്കിന് രൂപയാണ്. ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിനും അതുവഴി SDPIയിലേക്കും പണം നൽകിയ
ആ മലയാളികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ മലയാളികൾക്ക് രാജ്യത്തേക്ക് വരാൻ ഒരു നിവൃത്തിയുമില്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഫൈസി ഇപ്പോൾ 6 ദിവസം ഇഡിയുടെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ SDPIയുടെ വേരറുക്കുന്ന രീതിയിലേക്ക്, ഈ ഭീകരതയുടെ വേരറുക്കുന്ന രീതിയിലേക്കുള്ള വിവരങ്ങൾ മുഹമ്മദ് കുട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അല്ലേ? ഇതിലേക്ക് SDPIക്കെതിരെയും കർശനമായ നിയമ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മുഹമ്മദ് കുട്ടി ഫൈസി SDPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് തന്നെ ഭീകരവാദത്തിന് സാമ്പത്തിക സമാഹരണവും വിനിമയവും നടത്തിയതിന്റെ ഇടനിലക്കാരനായി നിന്നിട്ടുള്ളത് MK ഫൈസിയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒപ്പം ഈ തീവ്ര ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങൾക്കൂടെയും ഒരു മറയായിട്ടാണ്, ഒരു സാമൂഹിക സംഘടനയുടെ മറ എന്നുള്ള രീതിയിലാണ് SDPI പ്രവർത്തിച്ചത് എന്ന് അടിവരയിട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് SDPIക്കെതിരെയും ഒപ്പം ഇതിലെ മറ്റ് നേതാക്കൾക്കെതിരെയും കൃത്യമായ നടപടികൾ ഉണ്ടാകും. കാരണം MK ഫൈസി തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ റഡാറിലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുൻപേ തന്നെ എന്നു മുതൽ പോപ്പുലർ ഫ്രണ്ടും SDPIയിലെയും പ്രവർത്തകർ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് എത്തിയോ അന്നു മുതൽ തന്നെ കേന്ദ്ര ഏജൻസികൾ ഇത് സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണവും നടത്തിയിരുന്നു. ഒപ്പം അതിൻ്റെ കൃത്യമായ അന്വേഷണത്തിൽ രാജ്യത്തിന് ഗുരുതരമാകുന്ന കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നടത്തി എന്ന് കണ്ടെത്തിയ നിമിഷത്തിലായിരുന്നു വളരെ കൃത്യമായ കടുത്ത നിയമ നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയും ഓപ്പറേഷൻ ഒക്ടോപസിലൂടെ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിത ഭീകര സംഘടനയെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അന്ന് അറസ്റ്റ് ചെയ്യാതിരുന്നൊരു നേതാവാണ് MK ഫൈസി, മുഹമ്മദ് കുട്ടി ഫൈസി. അദ്ദേഹം പക്ഷേ ഇയാളുടെ ഈ ഭീകരനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ ശേഖരിക്കുകയും അത് തുടർന്നു വരികയും ചെയ്തത്. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം MK ഫൈസിയെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടും SDPI ബന്ധപ്പെട്ടും ഭീകരവാദത്തിന് സാമ്പത്തിക സമാഹരണവും വിനിമയവും നടത്തി എന്ന പേരിൽ ED കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് കോടതിയുടെ അനുമതിയോടുകൂടി ഇപ്പോൾ 6 ദിവസത്തേക്ക് MK ഫൈസിയെ ED ചോദ്യം ചെയ്തു വരികയാണ്. ആ ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന തുടർ വിവരങ്ങൾ, അതായത് ഏത് രീതിയിലാണ് പണം ലഭിച്ചിട്ടുള്ളത്, ആ പണം രാജ്യത്തിനകത്ത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിച്ച് ഏതെല്ലാം നേതാക്കൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഒപ്പം എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഈ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരശേഖരണം കൂടി അന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇതിനോടകം തന്നെ വരും ദിവസങ്ങളിൽ അതീവ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരാൻ പോകുന്നത്. പ്രത്യക്ഷത്തിൽ രണ്ടാണെങ്കിലും SDPIയും പോപ്പുലർ ഫ്രണ്ടും ഒരേ പ്രസ്ഥാനം തന്നെയാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.